ആ ഹലോ. ഹലോ ആ സുനീഷ, നീ വരുന്നില്ല? എടോ, പിന്നെ എൻ്റെ വണ്ടി ഇന്ന് നോക്കാൻ ആള് വരുന്നുണ്ട്. അപ്പോൾ വണ്ടി കൊടുക്കുന്നുണ്ട്. ആ അത് എഞ്ചിൻ പണിയെല്ലാം ആകാനായുള്ളൂ, അതൊന്ന് കൊടുത്തു കളയാന്ന് വിചാരിക്കുന്നു. അപ്പോൾ എത്രയാ പറയുന്നത്? ഒരു ഞാനിപ്പോൾ ഒരു ഒന്നാ പറയുന്നത്, ഒരു 1:30 പറയുന്നുണ്ട്. അതിൻ്റെ അഭിപ്രായത്തിൽ എന്തുണ്ട്, എത്ര കിട്ടും എൻ്റെ വണ്ടി? എഞ്ചിൻ പണിയെല്ലാം കിട്ടുമോ? ഒരു ലക്ഷം കിട്ടിയാൽ തന്നെ ഭാഗ്യം. ഏ കിട്ടിയ പൈസ കൊടുത്തോട്ടാ. അതല്ലേ. ബ്രോക്കർമാരോട് ആരോടും പറഞ്ഞാ? ഇല്ല, നോക്കട്ടെ. എടാ, ഞാൻ വിളിക്കാം, അവർ വരുന്നുണ്ട് തോന്നേ. ഞാൻ ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ. എന്താണ് അതിൻ്റെ ഉദ്ദേശം? ഈ വണ്ടി കൊടുക്കാനാ? പണിക്ക് വരെ പോകാണ്ട് ഈ വണ്ടി കൂടി കൊടുത്താലായി. നിങ്ങളൊന്നും മിണ്ടാണ്ട് നിന്നാട്ടെ. ഇന്ന് വണ്ടി നോക്കാൻ ആള് വരും. ഇന്ന് എന്തായാലും ഞാൻ വണ്ടി കൊടുക്കും. കൊടുത്താളാ പോട്ടെ. ഇവനാള് വണ്ടി ഓൾട്ടോ കേട്ടല്ലേ? ഇതാണ് ആള്. ഇതാ കൊടുക്കുന്നത്. നമ്മള് വണ്ടി ഒന്ന് നോക്കട്ടെ. എല്ലാം വരഞ്ഞല്ലേ? എല്ലാം വരഞ്ഞിട്ടുണ്ട്. അത് കുട്ടികളാക്കിയതാന്ന് മക്കളെന്നാ. വണ്ടി ഒന്ന് ഓടിച്ചു നോക്കണേ. വണ്ടി ഒന്ന് ചാവി ഒന്ന് ചോദിച്ചു നോക്കാം. ഓർക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കണം. ഇന്ന് ചവി ഒന്ന് ഓടിച്ചു നോക്കണം. ഓറ് വണ്ടി എടുത്ത് പോയിട്ട് ഓർക്ക് മനസ്സിലാവുക എഞ്ചിൻ പണി ആകാനായിനോ എന്നൊരു സംശയമുണ്ട് വണ്ടിക്കാ. അതുകൊണ്ടല്ലേ കൊടുക്കുന്നത് ഞാൻ. അയാൾ അങ്ങനെ വണ്ടീനെ പറ്റി വലിയ അറിയുന്നില്ല. അതല്ലേ. നോക്കാം, നമുക്ക് നോക്കാം. കുറേ സമയത്തിലൂടെ പോയിട്ട് വരുന്നതാണത്. എന്തുണ്ട് വണ്ടി? വണ്ടി നിങ്ങൾ പറയുന്ന വിലക്കൊന്നും അതില്ല. വണ്ടിയിൽ ഒരു ചെറിയൊരു ഒച്ചപ്പാടെല്ലാം കാണുന്നുണ്ട്. അങ്ങനെ ഒച്ചപ്പാടൊന്നുമില്ലപ്പാ. ഇപ്പോൾ സർവീസ് ചെയ്തിട്ട് ഇറക്കിയ വണ്ടിയല്ലേ, അങ്ങനെ ഒച്ചപ്പാട് വരാമെന്ന്. ഞാൻ ഓടിക്കുമ്പോൾ അങ്ങനെ ഒച്ചപ്പാടൊന്നും കാണുന്നില്ലല്ലോ. എന്നാന്നറിയില്ല, ഒരു ഒച്ചപ്പാടെല്ലാം ഉണ്ട്. നിങ്ങൾ വിലയൊന്ന് പിടിക്കേണ്ടി വരും. വില എത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് വണ്ടീൻ്റെ ഉള്ളിൽ ഒരു ഒച്ചപ്പാടെല്ലാം ഉണ്ട്. ഇപ്പം വണ്ടി കച്ചവടം ആയതുകൊണ്ട് പറയുന്നതായിരിക്കും. ഒച്ചപ്പാടുണ്ട്. അതുപോലെ പിന്നെ മുമ്പിൽ വരികയെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഒട്ട് വെഹിക്കിൾ, ഒരു ഒട്ടും കാര്യമെല്ലാം ഉണ്ട്. ഞാനൊരു 2 റുപ്യ എത്ര കാണുന്നുള്ളൂ. 2 റുപ്യക്ക് തരുമോയെന്ന് സംശയമാണ്. അച്ഛനായിട്ട് പ്രശ്നത്തിലായിട്ട് കൊടുക്കുന്ന വണ്ടി അല്ല, അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒന്ന് സംസാരിച്ചിട്ട് 2 ലാഖ് എത്താം. 1.90 ആയാലും കുഴപ്പമില്ല. 2 റുപ്യ എൻ്റെ മാക്സിമം വില. സംസാരിക്കേ. ഓക്കെ, ചോദിച്ചോട്ടെ. അയാൾ പറയുന്നത് നീ 1.30 പറഞ്ഞേ. അപ്പോൾ ഒരു 1 കൊടുക്കാൻ പറ്റുമോന്നാണ് ചോദിച്ചത്. 1 ആവൂലപ്പാ. ഈ വണ്ടി അയാൾ അപ്പോൾ പൊട്ടിയത് കണ്ടിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ഒച്ചപ്പാടും പറഞ്ഞു. അതെല്ലാം ഓക്കെ. നീ വിചാരിക്കുന്ന പൈസ കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അനീഷേട്ടാ ശരിയാവില്ലപ്പാ. എന്തായാലും ഒരു 1.20 എനിക്ക് ആ വണ്ടിക്ക് കിട്ടണം. സുനീഷേ, നീ പറഞ്ഞ എഞ്ചിൻ പണി, വണ്ടി എഞ്ചിൻ പണിയായിരുന്നു. അയാൾ എഞ്ചിൻ പണിയാന്ന് പറഞ്ഞാൽ പിന്നെ ഈനാക്കാണെങ്കിൽ പൈസ പറയും. കിട്ടിയ പൈസക്ക് കൊടുത്തു ഒഴിവാക്കുന്നത് നല്ലത്. ചോദിച്ചു നോക്കാം, ഞാൻ ചോദിച്ചിട്ട് പക്ഷെ പറയാം. അത് എടുക്കുമെങ്കിൽ എടുക്കട്ടെ, അല്ലെങ്കിൽ ഒന്നിന് കൊടുത്തോ കേട്ടോ. എഞ്ചിൻ പണിയായ വണ്ടിയാണോ സുനീഷേ? എഞ്ചിൻ പണിയായ വണ്ടിയാണ്. കിട്ടിയ പൈസക്ക് കൊടുത്തോ, ഞാൻ ചോദിച്ചു നോക്കാം. ബൈജേട്ടാ, 2.30 പറഞ്ഞിന് 2.20 കിട്ടുമായിരിക്കും. പറ്റുമോ? ഞാൻ പറഞ്ഞേ, അത് ഞാൻ ഈ പറഞ്ഞ വിലക്കല്ലാണ്ടില്ല. 2 റുപ്യ. ഇത് കൂടുതൽ വിലയൊന്നും ഞാൻ കാണുന്നില്ല ചേട്ടാ. നമുക്ക് റെഡി ക്യാഷ് അല്ലേ? റെഡി ക്യാഷ് അല്ലേ? എന്നാൽ ഉറപ്പിക്കാം, നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. അല്ലാണ്ട് ഇപ്പം ചെയ്യണ്ടേ? അവന് പൈസേൻ്റെ അത്യാവശ്യമുണ്ട്, അതുകൊണ്ടാ. പൈസേൻ്റെ അത്യാവശ്യം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ചടാളി വണ്ടി എടുത്തിട്ട് പോക്കാൻ നടക്കില്ല. നമുക്ക് നമ്മൾ കൊടുക്കുന്ന പൈസക്ക് നമുക്ക് നല്ലൊരു വണ്ടി കിട്ടും. അതിലേ ഓടിച്ച കണ്ടീഷൻ വെച്ച് ഞാൻ പറഞ്ഞത് ചോദിച്ചിട്ട് പറയാം.
പൈസ റെഡി. ഇപ്പം ഓക്കെ ആണ്, കച്ചവടമൊക്കെ ഓക്കെ ആണ്, റെഡി പൈസ. ഓക്കെ എന്നാൽ ഓക്കെ ആക്കാം. നിമിഷാ 1:10 ഓക്കെ ആക്കിയിട്ടുണ്ട്. 1:10 1:10 1:10 പറയണ്ട, എഞ്ചിൻ പണി വണ്ടിയാണ്, കിട്ടുന്ന പൈസ കൊടുത്ത് ഒഴിവാക്കിക്കോ. അതെനിക്ക് നല്ലത്. വെറുതെ 2 ദിവസം കഴിഞ്ഞാൽ എഞ്ചിൻ പണിക്ക് എത്ര പൈസ വരും നിനക്കറിയാലോ. നോക്കിയിട്ട് കൈകാര്യം ചെയ്തു. വിളിക്കട്ടെ എന്നാൽ. പിന്നെ നോക്കാം. വൈകേട്ടാ വാ